അലർജിയോടൊപ്പം നിങ്ങൾക്ക് താരന്റെ ബുദ്ധിമുട്ടുണ്ടാവാറുണ്ടോ? നമ്മുടെ തലയിലുണ്ടാവുന്ന താരൻ ആക്ച്വലി ഒരു അലർജൻ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഈ അലർജി ഉള്ള ആളുകൾക്ക് ഇത് കൂടുതലായിട്ട് അലർജിയുടെ ബുദ്ധിമുട്ടായിട്ടുള്ള തുമ്മല്, മൂക്കൊലിപ്പൊക്കെ ഉണ്ടാവാനും ചില ആളുകൾക്ക് ചുമ ഉണ്ടാവാനൊക്കെ കൂടുതലായിട്ട് കാരണമാവാറുണ്ട്. മുടി നന്നായിട്ട് ചീകിയതിന് ശേഷം നന്നായിട്ട് തുമ്മല് കൂടി എന്നൊക്കെ പറയാറുണ്ട്. അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ തലയിൽ കൂടുതലായിട്ട് താരൻ ഉണ്ടെങ്കിൽ അതൊരു അലർജൻ ആയിട്ട് ആക്ട് ചെയ്യുകയും നന്നായിട്ട് തുമ്മൽ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഡാൻഡ്രഫ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആക്ച്വലി ഒരു ഫംഗസ് ഇൻഫെക്ഷന്റെ ഭാഗമായിട്ട് നമ്മുടെ തലയിൽ ഉണ്ടാവുന്നതാണ്. അലർജി ഉള്ള ആളുകളിൽ കൂടുതലായിട്ട് ഡാൻഡ്രഫ് ഉണ്ടെങ്കിൽ പ്രോപ്പർ ആയിട്ടുള്ള ഡാൻഡ്രഫിന്റെ ട്രീറ്റ്മെന്റ് ചെയ്തതിന് ശേഷം അത് നന്നായിട്ട് കൺട്രോൾ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ആ ഡാൻഡ്രഫ് നന്നായിട്ട് കുറയുമ്പോൾ തന്നെ ഈ അലർജിയുടെ ബുദ്ധിമുട്ടുകൾ നല്ല രീതിയിൽ കുറഞ്ഞു വരുന്നതായിട്ട് കാണാറുണ്ട്. ഹെയർ നന്നായിട്ട് ക്ലീൻ ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യണം എന്നുള്ളതാണ് ആദ്യമായിട്ട് ശ്രദ്ധിക്കേണ്ടത്. നമ്മൾ കൊക്കനട്ട് ഓയിലൊക്കെ നന്നായിട്ട് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. കാരണം കൊക്കനട്ട് ഓയിൽ നാച്ചുറൽ ആയിട്ടുള്ള ഹൈഡ്രേറ്റിംഗ് അതുപോലെ തന്നെ ആന്റി ഫംഗൽ പ്രോപ്പർട്ടി ഉള്ളതാണ് കൊക്കനട്ട് ഓയിൽ. അപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതലായിട്ട് അവൈലബിളും ആണ്. അതുപോലെ തന്നെ അലോവേര ജെല്ല് നല്ലതാണ്. തലയിൽ നന്നായിട്ട് തലയോട്ടിയിൽ നന്നായിട്ട് അപ്ലൈ ചെയ്യുന്നത് വഴി നമുക്ക് ഡാൻഡ്രഫ് ഒക്കെ നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റും. നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റം കൂടുതലായിട്ട് ബൂസ്റ്റപ്പ് ചെയ്യുക എന്നുള്ളതാണ് കൂടുതലായിട്ട് നമ്മൾ ചെയ്യേണ്ടത്. അതിന് വേണ്ടിയിട്ട് ഒമേഗ 3 ഫാറ്റി ആസിഡ്സ് അടങ്ങിയിട്ടുള്ള വാൽനട്ട് അതുപോലെ തന്നെ ഫ്ലാക്സ് സീഡ്സ് ഒക്കെ നന്നായിട്ട് കഴിക്കുക. വിറ്റാമിൻ ഡി അടങ്ങിയിട്ടുള്ള മഷ്റൂംസ് അതുപോലെ തന്നെ എഗ് ഒക്കെ നന്നായിട്ട് കഴിക്കുന്നത് നല്ലതാണ്. സിങ്ക് അടങ്ങിയിട്ടുള്ള മത്തൻ വിത്തുകൾ, സൂര്യകാന്തി വിത്തുകളൊക്കെ കഴിക്കുന്നതിലൂടെ നമുക്ക് നല്ല രീതിയിലുള്ള ഇമ്മ്യൂണിറ്റിയും അതൊക്കെ നമ്മളെ ഹെയർ ഗ്രോത്തിനും നല്ലതാണ്. ഈ ഡാൻഡ്രഫ് ഒക്കെ പ്രിവെന്റ് ചെയ്യാൻ അത് നല്ല രീതിയിൽ ഹെൽപ്പ് ചെയ്യുന്നതാണ്. സ്ട്രെസ് കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് വേറൊരു കാര്യം. കാരണം ഈ അലർജിയും ഡാൻഡ്രഫും ഒക്കെ ആയിട്ട് റിലേറ്റ് ചെയ്തിട്ട് സ്ട്രെസ് ഉള്ള ആളുകൾ ഇത് കൂടുതലായിട്ട് കാണുന്നുണ്ട്. അപ്പം മെയിൻ ആയിട്ട് നിങ്ങളുടെ സ്ട്രെസ് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യുക. ഡാൻഡ്രഫ് നല്ല രീതിയിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതോടൊപ്പം തന്നെ അലർജി നമുക്ക് നല്ല രീതിയിൽ കൺട്രോൾ ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങൾക്കും ഈ ഡാൻഡ്രഫിന്റെ ബുദ്ധിമുട്ടുണ്ടോ? എന്നാൽ താഴെ കമന്റ് ചെയ്യൂ.